പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്ന മറ്റൊരു വിഭാഗമാണ് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ. ഓരോ സമൂഹത്തിലും പല കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുണ്ടാവും. വംശീയ ന്യൂനപക്ഷങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ദളിതർ, അവർ വംശീയ ന്യൂനപക്ഷങ്ങളാണ്. SC/ST വിഭാഗക്കാർ, അപ്പോൾ അവർ ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളാണ്. അതേപോലെ തദ്ദേശീയവാസികൾ, ഇന്ത്യയിലെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റികൾ, അതേപോലെ LGBTQ വിഭാഗങ്ങൾ, ഇന്ത്യയിലെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളാണ്. ഭിന്നശേഷിക്കാർ, അവരെ നമ്മൾ എപ്പോഴും മാർജിനലൈസേഷൻ ചെയ്യപ്പെട്ട വിഭാഗമാണ്. അതേപോലെ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന മറ്റു പല വിഭാഗങ്ങൾ, അവരൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, മാർജിനലൈസേഷൻ ചെയ്യപ്പെട്ട വിഭാഗങ്ങളാണ്. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രീതിയിലായ കാരണങ്ങളാൽ, പല അടരുകളാൽ അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങളും വെല്ലുവിളികളുമാണ് ഇനി നാം ഓരോന്നോരോന്നായിട്ട് നോക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കെതിരായ അതിക്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിക്രമം എന്ന് പറയുന്നത് അത് വിവേചനമാണ്. വംശീയ വിവേചനം, ലിംഗാധിഷ്ഠിത വിവേചനം, ജാതി വിവേചനം, ലൈംഗിക വിവേചനം, അതേപോലെ ഇത്തരം വിവേചനങ്ങൾ, സമൂഹത്തിലെ ഈ പലമാനങ്ങളിലുള്ള വിവേചനം ഇവർക്കെതിരെ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടാകുന്നു. ഈ വിവേചനത്തിൻ്റെ ഭാഗമായിട്ട് ആ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, തൊഴിൽ ലഭിക്കുന്നില്ല, നല്ല ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നില്ല, രാഷ്ട്രീയത്തിലെ അധികാര പങ്കാളിത്തം ലഭിക്കുന്നില്ല. ഇവിടങ്ങളിൽ നിന്നെല്ലാം വിവേചനങ്ങൾ നേരിടുന്നു. ഇന്ന മതത്തിൽപ്പെട്ടവർ, ഇന്ന ജാതിയിൽപ്പെട്ടവർ, ഇന്ന സമുദായത്തിൽപ്പെട്ടവർ, അതേപോലെ സ്ത്രീകൾ, LGBTQ വിഭാഗങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളായി എണ്ണപ്പെടുന്ന വിഭാഗങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അവർ വിവേചനം നേരിടുന്നു എന്നതാണ് അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിക്രമം എന്ന് പറയുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമമാണ്, അവർക്ക് നേരെ ഉള്ള ആക്രമങ്ങളാണ് മറ്റൊരു ഭയാനകമായ അതിക്രമം എന്ന് പറയുന്നത്. അത് ശാരീരിക ഉപദ്രവങ്ങൾ അവർക്ക് നേരെ ഉണ്ടാകുന്നു, മാനസികാഘാതങ്ങൾ ഉണ്ടാകുന്നു, ജീവൻ നഷ്ടം ഉണ്ടാകുന്നു. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, ജാതിയിൽ താഴ്ന്ന മനുഷ്യരെ അടിച്ചു കൊല്ലുന്ന ഒരു സാമൂഹിക ക്രമമുണ്ട്. വളരെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അടിച്ചു കൊല്ലുന്ന ഒരു സാമൂഹിക ക്രമമുണ്ട്. അങ്ങനെ ഈ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, ഒരു ജലത്തിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു എന്ന്, ഒരു കിണറിൽ നിന്ന്, ഉയർന്ന ജാതിക്കാർ മാത്രം കുടിക്കുന്ന കിണറിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങൾ പലരായി അക്രമങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവർ വലിയ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ഇപ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ട മനുഷ്യരെ വിവാഹം കഴിച്ചു എന്നുള്ള നിലയ്ക്ക് അവർ കൊല ചെയ്യപ്പെടുന്നു. താഴ്ന്ന ജാതിയിലെ മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് അവർ നേരിടുന്ന അക്രമങ്ങൾ, ഈ അതിക്രമങ്ങളുടെ ഏറ്റവും വലിയ ഭയാനകമായ ഒരു പ്രശ്നമാണ്. ശാരീരിക ഉപദ്രവമായിട്ട്, മാനസികാഘാതമായിട്ട്, അവരുടെ ജീവൻ തന്നെ ഹോമിക്കപ്പെടുന്നവയിലേക്ക് പോകുന്ന പ്രശ്നങ്ങളായിട്ട്, ഇങ്ങനെ അവർ നേരിടുന്ന അക്രമങ്ങൾ വലിയ രീതിയിലാണ്. വംശീയ അക്രമങ്ങൾ, ലിംഗാധിഷ്ഠിത അക്രമങ്ങൾ, ജാതി അടിസ്ഥാനമാക്കിയുള്ള അക്രമങ്ങൾ. ഇപ്പോൾ LGBTQ വ്യക്തികൾ നമുക്കറിയാം, എത്ര മനുഷ്യരെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ട് നമ്മളെ സമൂഹം അവരെ അംഗീകരിക്കാതെ അവർക്ക് നേരെ അക്രമങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്ത്രീകൾക്ക് നേരെ നമ്മൾ പ്രത്യേകമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ തദ്ദേശീയരായ ജനങ്ങൾക്ക് നേരെ, അപ്പോൾ ഇത്തരം ജനങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ അവർ നേരിടുന്ന മനുഷ്യാവകാശ അതിക്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ് അവർക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ മറ്റൊരു ഭയാനകമായ മുഖമെന്ന് പറയുന്നത്. നിർബന്ധിത തൊഴിൽ, ബാലവേല, അസമമായ വേതനം, ഭൂമിയുടെയും വിഭവങ്ങളുടെയും ലഭ്യതക്കുറവ്, അനൗപചാരിക മേഖലകളിലെ ചൂഷണം എന്നിവയുൾപ്പെടെയുള്ള സാമ്പത്തിക സാമൂഹിക ചൂഷണങ്ങളാണ് അവർ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അതിക്രമം എന്ന് പറയുന്നത്. നമുക്കറിയാം, തൊഴിൽ മേഖലയിൽ, അതേപോലെ വേതനം കൊടുക്കുന്ന മേഖലയിൽ, ഭൂമിയുടെ വിഭവത്തിൻ്റെ മേഖലയിൽ നമുക്കറിയാം കേരളത്തിലെ
ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ട മനുഷ്യരാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യർക്ക് തുച്ഛ ഭൂമിയാണ് കേരളത്തിലുള്ളത്. കേരളത്തിൻ്റെ സർവേ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അപ്പോൾ അതുകൊണ്ടാണ് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പല ആളുകൾക്കും അതിൻ്റെ ശ്രമങ്ങളൊക്കെ നടന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയുടെ വിതരണത്തിൻ്റെ മേഖലയിൽ, അവരുടെ തൊഴിലിൻ്റെ മേഖലയിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ, അവർ നേരിടുന്ന എല്ലാവിധ ഏർപ്പാടിൻ്റെ മേഖലയിലും അവർ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു അക്രമം എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക അസമത്വങ്ങൾ ദാരിദ്ര്യവും ദുർബലതയും സാമൂഹ്യ ബഹിഷ്കരണത്തിലേക്കുമൊക്കെ അവരെ എത്തിക്കുന്നു. അങ്ങനെ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്രമം എന്ന് പറയുന്നത് ഈ ഒരു ചൂഷണ സംവിധാനമാണ്. മാത്രമല്ല പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗം മറ്റു തരത്തിലുള്ള അടിച്ചമർത്തലുകളും അതിക്രമങ്ങളും നേരിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള അതിനകത്തുള്ള സ്ത്രീകൾ, അതിനകത്തുള്ള ഏറ്റവും താഴ്ന്ന മനുഷ്യർ, അതിനകത്തുള്ള ഭിന്നശേഷിക്കാർ, അവർ തന്നെ അതിനകത്ത് തന്നെ വീണ്ടും അവർ വീണ്ടും പാർശ്വവൽക്കരിക്കപ്പെടുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ വീണ്ടും വീണ്ടും പാർശ്വവൽക്കരിക്കപ്പെടുന്ന സാമൂഹ്യക്രമമാണ് പല സംവിധാനങ്ങളിൽ നിലനിൽക്കുന്നത്. ഇത് അവർ നേരിടുന്ന മനുഷ്യാവകാശ പ്രശ്നത്തിൻ്റെ വളരെ രൂക്ഷമായ ഒരു സംവിധാനമാണ്. അപ്പോൾ ഉപസംഹാരമായിട്ട് പറയുകയാണെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും രാഷ്ട്രതലങ്ങളിലുമൊക്കെ സമഗ്രമായ സമീപനങ്ങൾ ആവശ്യമാണ്. അവരെ ചേർത്ത് പിടിക്കൽ ആവശ്യമാണ്.